ടി പി ജയചന്ദ്രൻ മാസ്റ്റർ BJP-യുടെ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ടി പി ജയചന്ദ്രൻ, പറയേണ്ടത് ഹിന്ദു ഐക്യവേദിയുടെ ഭാരവാഹി കൂടിയാണ്. അദ്ദേഹത്തിലേക്ക് വരാൻ ചെറിയൊരു സാങ്കേതിക വിഷയമുണ്ട്. അതിനുശേഷമായിരുന്നു താങ്കളിലേക്ക് പോകാൻ ഉദ്ദേശിച്ചത്. പക്ഷേ വ്യക്തമാണ്, ഐക്യവേദിയുടെ അധ്യക്ഷനടക്കം സ്വാമി ചിദാനന്ദപുരി അടക്കം അതൊക്കെ സംഘപരിവാറിന്റെ സഹയാത്രികരാണ്. ഈ വിഷയത്തിനകത്ത് സംസ്ഥാന BJP സ്വീകരിച്ച നിലപാടിനെ അറഞ്ചം പുറഞ്ചം വിമർശിച്ചിരിക്കുന്നു. സഭയുടെ നിലപാടിൽ നമുക്ക് പിന്നീട് പോകാം. പക്ഷേ അകത്തുനിന്ന് തന്നെ ഒരു വിമർശനം ഉയരുമ്പോൾ അത് എങ്ങനെയാണ് പാർട്ടി കാണുന്നത്? നൂറിലേറെ വർഷമായി ഭാരതത്തിലെ സംഘപ്രസ്ഥാനങ്ങൾക്ക് രൂപം കൊടുങ്ങി. ഒളിഞ്ഞും തെളിഞ്ഞും സകല 18 അടവും പയറ്റി ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളും പ്രവർത്തകന്മാർക്കിടയിലും പരിവാറുകൾക്കിടയിലും സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ നടത്തിയ ശ്രമങ്ങൾ 100 വർഷമായി ലോകത്ത് തകർക്കാൻ കഴിയാത്ത അത്രയും ഉറച്ച തരത്തിലുള്ള സംവിധാനമുള്ള ഒരു പ്രസ്ഥാനമാണ് പരിവാർ എന്ന് പറയുന്നത്. പരിവാറിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അജ്ഞതയാവാം, അറിവില്ലായ്മയാവാം നിങ്ങൾ ഒരുപക്ഷെ ഇത്തരം ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്ന് വേദനയോടെ ഞാൻ പറയേണ്ടി വരും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നോക്കൂ, വാജ്പേയിയുടെ ഭരണകാലഘട്ടത്തിൽ മാധ്യമങ്ങളുടെ നരേഷൻ എന്തായിരുന്നു? ഭാരതീയ മസ്ദൂർ സംഘം വാജ്പേയിയുടെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ചില നയങ്ങളോട് എതിർപ്പ് രേഖപ്പെടുത്തി. സംഘപരിവാറിന്റെ വ്യത്യസ്ത പരിവാറുകൾക്ക് കൃത്യമായ അജണ്ടകളും അവർക്ക് കൃത്യമായ പ്രവർത്തന രീതിയുമുണ്ട്. ഓരോ പരിവാറും ഓരോ വിഭാഗത്തിന്റെയും ക്ഷേമങ്ങളുടെയും പ്രവർത്തനങ്ങൾക്കും ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ സാമൂഹ്യ മുഖ്യധാരയിലേക്ക് ഇണക്കിക്കൊണ്ട് ഒരു ശരീരത്തിലെ വ്യത്യസ്ത അവയവങ്ങൾ ഒരു പൂർണ്ണനായ മനുഷ്യനെ ഏതുപോലെയാണോ സമ്പൂർണ്ണനാക്കുന്നത്, കൈകളുടെ പ്രവർത്തനങ്ങളും കാലുകളുടെ പ്രവർത്തനവും വിരുദ്ധമായിട്ട് നടക്കുന്നതല്ല. കൈകളും കാലുകളും കണ്ണും ചെവിയും മൂക്കും നെഞ്ചും ഹൃദയവും കിഡ്നിയും എല്ലാം സമഞ്ജസിപ്പിച്ചുകൊണ്ട് മനുഷ്യൻ എന്ന ശരീരത്തെ പോഷിപ്പിക്കുന്നത് പോലെ രാഷ്ട്രം എന്ന ശരീരത്തെ പോഷിപ്പിക്കുന്നതിനുള്ള വ്യത്യസ്ത വിഭാഗങ്ങളാണ് കർഷകർ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, അഭിഭാഷകർ, പ്രൊഫഷണലുകൾ, രാഷ്ട്രീയക്കാർ എന്നിത്യാദി പ്രസ്ഥാനങ്ങളുടെ സമഞ്ജസമാണ് സംഘപരിവാർ ലക്ഷ്യമിടുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് 100 വർഷമായി ആ പ്രസ്ഥാനം ഒരു പിളർച്ചയോ ഒരു അസ്വാരസ്യയോ നേരിടാതെ തുടക്കം എതിരാളികൾക്ക് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് അപർണ ഇത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഗോൾ പോസ്റ്റ് മാറ്റുകയാണ്. കഴിഞ്ഞ 9 ദിവസമായി സത്യത്തിലെ ഛത്തീസ്ഗഡ് ചർച്ച ചെയ്യുന്നു. നല്ല കാര്യം. എല്ലാ ജനാധിപത്യത്തിന്റെയും സൗന്ദര്യം എന്ന് പറയുന്നത് ചർച്ചയും സംവാദങ്ങളും എതിരഭിപ്രായങ്ങളുമാണ്. സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യം പൂവണിയണമെങ്കിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകണം, വ്യത്യസ്ത ആശയധാരകൾ പുറത്തു വരണം. അത്തരത്തിലുള്ള അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊന്നും ഞാൻ അല്ല, ശ്രീ ടി പി ജയചന്ദ്രൻ, അത്തരം ജനാധിപത്യപരമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ മനസ്സിലാകും. അതല്ലാതെ ഈ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന വിഷയമാണ് ഇതെങ്കിൽ സ്വാമി ചിദാനന്ദപുരി ഫേസ്ബുക്കിൽ കുറിച്ചതാണ്. അദ്ദേഹം മാധ്യമങ്ങൾ ഉണ്ടാക്കിയ കഥയല്ല. നമുക്കിനി പോലീസും കോടതിയും വേണ്ട. വോട്ട് പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ തീരുമാനിക്കും ആര് കുറ്റവാളികൾ ആര് കുറ്റവാളികളല്ല എന്ന് പറയുന്നത് ആരെ ഉദ്ദേശിച്ചിട്ടാണ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ സ്വാമി ചിദാനന്ദപുരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വോട്ട് പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത് താങ്കളുടെ പാർട്ടി അല്ലെങ്കിൽ പിന്നെ ആരെയാണ്? സംഘപരിവാർ സഹയാത്രികനായിട്ടുള്ള സ്വാമി ചിദാനന്ദപുരി ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ അതും മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ഒരു കെട്ടുകഥയായിട്ട് മാത്രം കണ്ടാൽ മതിയോ? നോക്കൂ, ചിദാനന്ദപുരി എന്റെ നിയോജക മണ്ഡലത്തിലെ എന്റെ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സന്യാസി വര്യനാണ്. അദ്ദേഹത്തെ ഒരു സന്യാസി വര്യൻ എന്നതിനപ്പുറത്തേക്ക് ഹീസ് എ റിയൽ സ്കോളർ. ഞാൻ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധത്തിൽ അപർണയോട് പറയുന്നു, അപർണ, ഒളിച്ചും പാർത്തും പതുങ്ങിയും സൂചനകൾ വെച്ചും സംസാരിക്കുന്ന ആളല്ല സ്വാമി ചിദാനന്ദപുരി. സ്വാമി ചിദാനന്ദപുരിക്ക് BJP-യോടുള്ള എതിർപ്പ് രേഖപ്പെടുത്താൻ ചിദാനന്ദപുരിക്ക് ആരുടെയും തിട്ടൂരം ആവശ്യമില്ല. സമീപകാല കേരളത്തിൽ സ്വാമിജിയുടെ നിരവധി നിരീക്ഷണങ്ങളുണ്ട്. ഞാൻ അവരുടെ മുമ്പാകെ തുറക്കുന്നു. കേരളത്തിൽ എത്ര പെൺകുട്ടികളാണ് രാഷ്ട്രീയ പാർട്ടികളുടെ മുമ്പാകെ പരാതി കൊടുക്കുകയും കേരളത്തിലെ നീതിന്യായ സംവിധാനത്തിന് മുമ്പിൽ പരാതി കൊടുക്കാൻ തയ്യാറാവാതെ വരുന്നത്? അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം അതാണോ അദ്ദേഹം ഈ കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപ് ശ്രീ ടി പി ജയചന്ദ്രൻ മറ്റേതെങ്കിലും വിഷയത്തിനകത്തല്ല പല രാഷ്ട്രീയ സംഭവ വികാസങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടന്നു. അതിലൊന്നുമല്ല ഈയിടെ ഈ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഈ രീതിയിലുള്ളത്. പിന്നെ മറ്റെന്ത് വിഷയത്തിലായിരിക്കും? താങ്കൾക്ക് എന്തെങ്കിലും ഒരു ഗസ് വർക്ക് ഉണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല മറ്റേത് രാഷ്ട്രീയ വിഷയത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ ആ പോസ്റ്റ് എന്ന്. അത് വ്യക്തമാക്കേണ്ടത് ചിദാനന്ദപുരിയാണ്. ചിദാനന്ദപുരിയുടെ സ്വഭാവം വെച്ച് ഞാൻ പറയുന്നു, ചിദാനന്ദപുരി എന്നെ വിമർശിക്കാനുണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി വിമർശിക്കും. അത് കൃത്യമായിട്ട് എന്റെ പേര് പറഞ്ഞ് വിമർശിക്കും. BJP വിമർശിക്കാൻ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് പണ്ടും.
അത് കേരളത്തിലുള്ള അല്ല BJP ശ്രീ ടി പി പേര് ജയചന്ദ്രൻ, പറഞ്ഞും കേരളത്തിലുള്ള BJP യുടെ കേരളത്തിലുള്ള നേതാവിനെ എല്ലാ മാധ്യമങ്ങളും ഇതാണ് അദ്ദേഹത്തിന്റെ വിമർശനം എന്ന് BJP-ക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ ഇത്രയും വന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്ന ഒരു സന്യാസി വര്യൻ കൂടിയായതുകൊണ്ട് അദ്ദേഹം ഇത് കാണാതിരിക്കില്ല. എവിടെയെങ്കിലും അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിക്കുകയോ ഒരു തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട പോസ്റ്റാണെന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. താൻ ഉദ്ദേശിച്ച വിമർശനം കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്ന് അദ്ദേഹത്തിന് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ ഈ മണിക്കൂറിലും അദ്ദേഹം ആ പോസ്റ്റ് തിരുത്താത്തത്. അപർണ, വളരെ കൃത്യമായിട്ട് നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് പറയാതെ നിർവാഹമില്ല. ഇന്നലെ മിനിഞ്ഞാന്ന് എന്തായിരുന്നു കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളുടെയും പൊതുചർച്ച? ഛത്തീസ്ഗഡിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ, ഹാജരായ ഗവൺമെന്റ് വക്കീല് എടുത്ത നിലപാട് സത്യസന്ധമായിരുന്നു. കേരളത്തിലെ എല്ലാ ചാനലുകളും ചർച്ച ചെയ്തത് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ശക്തിയുക്തം എതിർത്തു. കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ പ്രസ്താവനയെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ഛത്തീസ്ഗഡിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ വളരെ കൃത്യമായി നിലപാടുന്നു. യാഥാർത്ഥ്യവുമായിട്ട് എന്ത് ബന്ധമായിരുന്നു അപർണ ഇതിനുണ്ടായിരുന്നത്? തീർന്നില്ല. ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് എന്തായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളുടെ ആദ്യത്തെ ആഹ്ലാദ പ്രകടനം? ഏത് തരത്തിലായിരുന്നു ഈ തവണത്തെ BJP-യുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പിനെ കുറിച്ചുണ്ടായ നിങ്ങളുടെ നിഗമനങ്ങൾ? ഏത് നറേറ്റീവ് ആയിരുന്നു നിങ്ങൾ തൃശ്ശൂർ ഇലക്ഷന് വേണ്ടി കൊണ്ടുവന്നത്? കേരളത്തിലെ മാധ്യമങ്ങൾ കൃത്യമായ സോഴ്സസ് ഉണ്ട്, അവരെ നയിക്കുന്ന ആളുകളുണ്ട്. അതിനെ ആശ്രയിച്ചല്ല പറഞ്ഞ കേരളത്തിലെ തീർച്ചയായും അല്ല അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസം ശ്രീ ടി പി ജയചന്ദ്രൻ, തീർച്ചയായിട്ടും ശ്രീ ടി പി ജയചന്ദ്രൻ അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട് BJP-യെ സംബന്ധിച്ചിടത്തോളം. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിരുദ്ധാഭിപ്രായം ഇതിനകത്തില്ല, ഞങ്ങൾ എടുത്ത നിലപാടുമായി മുന്നോട്ട് പോവുക തന്നെയാണ് എന്ന് ഒരു പാർട്ടി ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കുന്നു. അതിൽ യാതൊരു തർക്കവുമില്ല. താങ്കൾ അങ്ങനെ പറയുന്നതാണ്, അതാണ് സംഭവിക്കുന്നതെങ്കിൽ നല്ലത്, അത് ഞാൻ അംഗീകരിക്കുന്നു. അത് ഞാൻ ഓക്കെ. അങ്ങനെയാണ് ഞാൻ ഒന്ന് പെട്ടെന്ന് തിരിച്ചു വരാം. ഹിന്ദു